ഞാൻ പണ്ട് ഈ ഡയറക്ട് സെല്ലിംഗ് ബിസിനസിന്റെ ഒക്കെ തുടക്ക സമയത്ത് എൻ്റെ നാട്ടിൽ ഈ ബിസിനസ് ഞങ്ങളുടെയൊക്കെ ഒരു അപ്ലൈനായിട്ട് ഒരു വ്യക്തി, അയാളുടെ പേര് തൽക്കാലം കുഞ്ഞുമോൻ എന്നിരിക്കട്ടെ, നിങ്ങളുടെ ഒരു ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി ഞാൻ കുഞ്ഞുമോൻ എന്ന് പറയാം. ഈ കുഞ്ഞുമോൻ എന്ന് പറഞ്ഞ ആള് അന്ന് ആ കമ്പനിയിൽ ഒരു റെഫ്രിജറേറ്റർ ഒരു പ്രോഡക്റ്റ് ആയിരുന്നു. അപ്പൊ ഈ കുഞ്ഞുമോന്റെ കൂടെയുള്ള കുഞ്ഞുമോൻ നല്ല ഉത്തരവാദിത്തമൊക്കെ എടുക്കുന്ന നല്ല ലീഡർഷിപ്പ് ഉള്ളൊരു മനുഷ്യനാണ്. ഞാനൊക്കെ അദ്ദേഹത്തിന്റെ ഡിസ്ട്രിബ്യൂട്ടറായിരുന്നു. അപ്പൊ എനിക്ക് ഇദ്ദേഹത്തെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര മോട്ടിവേഷനും, കാര്യം എന്തിനും പരിഹാരമുള്ള ഒരു വില്ലാളി വീരനാണ് ഈ കുഞ്ഞുമോൻ. പക്ഷേ നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടർ ഈ റെഫ്രിജറേറ്റർ വണ്ടിക്കകത്ത് കയറ്റിക്കൊണ്ട് ഒരു ക്യാപ്റ്റൻ, ഒരു പട്ടാളക്കാരനാണ് കസ്റ്റമർ, പുതുതായിട്ട് ബിസിനസ് തുടങ്ങി. ഈ പട്ടാളക്കാരന് കൊടുക്കാൻ ഈ സാധനം കൊണ്ടുവരുന്ന വഴി ലോഡിങ്ങുകാരുടെ കയ്യിൽ നിന്ന് ഈ സാധനം പോയി റെഫ്രിജറേറ്ററിന്റെ ബാക്കിലെത്ത് അത് പുറകടിച്ച് വീണ് ആ സാധനം അടിച്ചുപോയി. അത് നഷ്ടപ്പെട്ടു പോയി. തിരിച്ച് ഇത് പുതിയത് കമ്പനി തരാൻ തയ്യാറാണ്, പക്ഷെ കമ്പനിക്ക് ഇതിന്റെ മെയിലൊക്കെ അഴിച്ച് സാധനം റെഡിയായി വരാൻ മിനിമം 2 മാസം പിടിക്കും. പട്ടാളക്കാരൻ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പൊട്ടിത്തെറിച്ചു. ഈ 3 പേരുടെയും പേരിൽ പട്ടാളക്കാരൻ കേസ് കൊടുത്തു. അതായത് ഈ റെഫ്രിജറേറ്റർ ഇദ്ദേഹത്തെ കൊണ്ട് എടുപ്പിച്ച ഡിസ്ട്രിബ്യൂട്ടർമാർ നിലവിൽ കുടുങ്ങിയിരിക്കുകയാണ്. ഈ പ്രശ്നം പരിഹരിക്കാനായിട്ട് ഇവർ പട്ടാളക്കാരനെ കഴിഞ്ഞാൽ എത്ര പറഞ്ഞിട്ടും അയാൾ സമ്മതിക്കുന്നില്ല. അയാളുടെ ഒരു ഈഗോ ഉണ്ട്. സ്വാഭാവികമായിട്ടും ഞാനൊരു ക്യാപ്റ്റൻ ആണെന്നുള്ള ഒരു ഇച്ചിരി ബലം പിടുത്തോ ഒരു ഈഗോയും വെച്ചിട്ട് അയാൾ താഴാൻ തയ്യാറായില്ല. ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ച് ഒരാഴ്ചക്കുള്ളിൽ അവന്റെ സാധനം കൊടുത്തിട്ട് നിന്നെ തട്ടി അകത്തിടുമെന്ന് വരെ പോലീസുകാർ പറഞ്ഞു. ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാതെ വിഷമിച്ച് ഞങ്ങൾ അവസാനം ഈ കുഞ്ഞുമോൻ എന്ന് പറഞ്ഞ ആളിൽ അഭയം പ്രാപിച്ചു. ഞങ്ങൾ കുഞ്ഞുമോനോട് എന്ന് പറഞ്ഞു, കുഞ്ഞുമോൻ സാറേ, എങ്ങനെയും ഈ പ്രശ്നം പരിഹരിക്കണം, ഇല്ലെങ്കിൽ ഞങ്ങളുടെ ഭാവി പോകുന്ന കേസാണ്. പോലീസ് ഞങ്ങളെ പിടിക്കും. ഇപ്പം ഞങ്ങൾ വളരെ ചെറിയ പ്രായമാണ്, ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാർക്കൊക്കെ തന്നെയും ഞങ്ങളെല്ലാം ഭയന്നാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ കുഞ്ഞുമോൻ ഉത്തരവാദിത്വം ഏറ്റെടുത്തു. കുഞ്ഞുമോൻ ബിസിനസ് ആറ്റിറ്റ്യൂഡുള്ള ആളാണ്, ബിസിനസ്സുകാരനാണ്. കുഞ്ഞുമോൻ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് കുഞ്ഞുമോൻ പറഞ്ഞു, ഈ പ്രശ്നം ഇന്ന് ഞാൻ പരിഹരിക്കും, വരാൻ പറഞ്ഞു. ഞാൻ നിങ്ങളൂടെ വരാം. ഈ ക്യാപ്റ്റനെ കാണാൻ. ഞങ്ങൾക്കാണ് പേടി, ഇയാൾ വല്ല തോക്കെടുത്ത് വെടിവെച്ചാലോന്ന് വരെ പേടിയുണ്ട്. അത്രയ്ക്ക് ക്ഷിപ്രകോപിയായിട്ടാണ് ഈ മനുഷ്യൻ നിൽക്കുന്നത്. കുഞ്ഞുമോൻ എന്ന് പറഞ്ഞ ആൾ നേരെ എന്ത് ചെയ്തു, ഈ പട്ടാളക്കാരൻ്റെ അടുത്ത് ചെന്നു. ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ വെളിയിൽ നിൽക്കാൻ പറഞ്ഞു. അയാൾ പൊട്ടിത്തെറിക്കുകയാണെങ്കിൽ ഞാൻ അയാളെ ഡീൽ ചെയ്തോളാം, നിങ്ങൾ വെളിയിൽ നിൽക്കാൻ പറഞ്ഞു. ഇയാൾ അകത്തോട്ട് കയറാനും അകത്ത് വലിയ ശബ്ദമൊക്കെ ഞങ്ങൾ കേട്ടു. ഞങ്ങൾ വെളിയിൽ ഇങ്ങനെ നിൽക്കും, ഓടാൻ തയ്യാറായിട്ട് നിൽക്കും, എന്ത് വേണേൽ സംഭവിക്കാം. കുറച്ച് കഴിഞ്ഞിട്ട് 5 മിനിറ്റ് 10 മിനിറ്റ് കഴിഞ്ഞിട്ട് അകത്ത് അനക്കമൊന്നും കേൾക്കുന്നില്ല. കുഞ്ഞുമോൻ എന്തൊക്കെയോ ചെറുതായി സംസാരിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് കയറി നോക്കാനുള്ള ധൈര്യമില്ല. ഞങ്ങൾ അകത്ത് കയറരുതെന്നും പറഞ്ഞിട്ടുണ്ട്. ഞാൻ പക്ഷെ പതുക്കെ പോയി, ചെയ്യാൻ പാടില്ലാത്തതാണെങ്കിലും എന്താ സംഭവിക്കുന്നതെന്ന് അറിയാൻ ജനലിൽ കൂടെ ഞാൻ ഇങ്ങനെ നോക്കി. ജനലിൽ കൂടെ നോക്കുമ്പോൾ കണ്ട കാഴ്ച എന്നെ ഞെട്ടിച്ചു. ഞാൻ കണ്ടത്, ഈ ക്യാപ്റ്റൻ ഒരു ടേബിളിൽ ഇങ്ങനെ കാലുമേ കാലും കയറ്റിയിരിക്കുകയാണ്. കുഞ്ഞുമോൻ എന്ന് പറഞ്ഞ നമ്മുടെ ഈ നേതാവ് അയാളുടെ താഴെ തറയിലിരിക്കുക. എന്നിട്ട് കരയുന്നില്ലെന്നേ ഉള്ളൂ. ഇയാൾ പറയാ, സാറേ എങ്ങനെയും പ്രശ്നം പരിഹരിക്കണം. 3 പെമ്മക്കളായിരിക്കും, പോലീസ് കേസ് ഉണ്ടാക്കരുത്, കുഴപ്പമാക്കരുത്, ഇങ്ങനെയൊക്കെ. ഇദ്ദേഹം കരയുന്ന കണ്ടപ്പോൾ സത്യം പറഞ്ഞ എനിക്ക് തന്നെ നാണക്കേടായി. ഇപ്പൊ ഞാൻ ഇറങ്ങി ഓടി ഗേറ്റിങ്ങിലോട്ട്. അതെല്ലാം കഴിഞ്ഞ് ഒരു അരമണിക്കൂർ കഴിഞ്ഞ് ഞങ്ങൾ നോക്കുമ്പോൾ ഈ കുഞ്ഞുമോൻ ഇങ്ങനെ നെഞ്ചും പിരിച്ച് നടന്നു വരിക. എന്നിട്ട് ഞങ്ങളുടെ അടുത്ത് വന്ന് പറഞ്ഞു, കുഞ്ഞുമോൻ ഇടപെട്ടിട്ട് നടക്കാത്ത എന്തെങ്കിലും കേസുണ്ടോ? തീർത്തു. ഞാൻ പറയേണ്ട കണക്ക് പറഞ്ഞപ്പോൾ ക്യാപ്റ്റന് മനസ്സിലായി, ഏതാ കാലേ വീണാണ് പ്രശ്നം പരിഹരിച്ചത്. പക്ഷേ പ്രശ്നം പരിഹരിച്ചു എന്നുള്ളതാണ് അയാളുടെ ലീഡർഷിപ്പ്. ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അയാൾ ഞങ്ങളോട് പറഞ്ഞ വാക്കെന്താണോ ആ വാക്ക് അയാൾ ഏറ്റവും തറപ്പണി ചെയ്തിട്ടായാലും അയാൾ ആ പ്രശ്നം അവിടെ അവസാനിപ്പിച്ചു. 2 ആഴ്ച സമയം തന്നു. 2 ആഴ്ച കൊണ്ട് പ്രൊഡക്റ്റ് പുതിയത് വന്നു, ഇത് കൊടുത്തു, സെറ്റിൽ ചെയ്തു. ഞാൻ കണ്ടതിൽ ഏറ്റവും ഈഗോ ഇല്ലാത്ത, ഏറ്റവും ഗ്രൗണ്ട് ലെവൽ വരെ ചെന്നൊരു പ്രശ്നം പരിഹരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റി ആയിട്ട് ഇന്നും ഈ കുഞ്ഞുമോൻ എന്ന് പറഞ്ഞ മനുഷ്യൻ എൻ്റെ മനസ്സിലുണ്ട്. ഒരു പക്ഷേ വേറൊരാളാണേലും അത്രയും ചെന്നിരുന്ന് സംസാരിച്ച് ആ പ്രശ്നം തീർക്കാൻ മെനക്കെടത്തില്ല. ഞാനിങ്ങനെ കാണും, ഇയാളിങ്ങനെ കാലുമേ കാലിട്ടിരിക്കുക. നമ്മുടെ ആൾ എന്നിട്ട് തറയിൽ എന്താ കല്യാണം കഴിക്കാൻ ഹിന്ദു കല്യാണങ്ങൾക്ക് ഇരിക്കുന്നവർക്ക് ചമ്പരം ഇങ്ങനെ കാല് കുടുക്കിട്ടിരിക്കുമല്ലോ, അങ്ങനെ കുടുക്കിട്ടിരുന്നിട്ടാണ് പറയുന്നത്, സാറേ പ്രശ്നം ഉണ്ടാക്കരുതേ, എങ്ങനെയും പരിഹരിക്കണേ. കാര്യം അവിടെ ബലം പിടിച്ചിട്ടോ മസിൽ പിടിച്ചിട്ടോ ഒച്ച ഉണ്ടാക്കിയിട്ടോ കാര്യമില്ല എന്ന് ഈ മനുഷ്യന് മനസ്സിലായി. ഈ ഒരു ബേസിക് ആറ്റിറ്റ്യൂഡ് ഒരു ബിസിനസ്സുകാരനുണ്ട് എങ്കിൽ എല്ലാ പ്രശ്നവും പരിഹരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ ഹോട്ടലിലും എന്നോട് ചൂടായ, അല്ലെങ്കിൽ മുഹമ്മദ് ഷാഫി സാറേ, അറിയാണ്ട് കൈ തട്ടി സാറിന്റെ
ഇതൊന്ന് ഷെയർ ആയതാണ്. മലബാറിലെ ഒരു ഗ്രേറ്റ് STC ലീഡറാണ് മുഹമ്മദ് ഷാഫി സാർ. അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞത്, ഈ ബിസിനസ് ആറ്റിറ്റ്യൂഡ് അതിൻ്റെ റിസൾട്ടിനാണ് നിങ്ങൾ പ്രാധാന്യം കൊടുക്കേണ്ടത്, നമ്മളുടെ ഈഗോയ്ക്കല്ല. ആ ബിസിനസ് ആറ്റിറ്റ്യൂഡിലൂടെ നമ്മൾ മാറുക. ഒരു ബിസിനസ്സുകാരൻ, ഒരു കസ്റ്റമർ ആറ്റിറ്റ്യൂഡുകാരൻ എല്ലായ്പ്പോഴും ക്ഷിപ്രകോപിയായിരിക്കും. ഒരു ബിസിനസ്സുകാരൻ പക്ഷേ അങ്ങനെ ആയിരിക്കില്ല. അയാൾ വലിയ ക്ഷമയുടെയും സഹനത്തിൻ്റെയും പര്യായമായിരിക്കും. ഞാൻ ഈ പറഞ്ഞ കുഞ്ഞുമോൻ എന്ന് പറഞ്ഞ ആളെ പോലെ. ഒരുപക്ഷെ നിങ്ങൾക്ക് ഇത് കേൾക്കുമ്പോൾ തോന്നും, അയ്യോ ഇത്രയോ പാടാണെന്ന്. ഒരിക്കലും മൈലേസ്റ്റൈൻ്റെ ബിസിനസ്സിൻ്റെ കാര്യത്തിൽ അത്രയും ബുദ്ധിമുട്ടൊന്നും നിങ്ങൾക്ക് ഒരിക്കലും നേരിടേണ്ടി വരത്തില്ല. കാര്യം ഇവിടെ നമ്മൾ ഷോപ്പിൽ പോയി പ്രോഡക്റ്റ് വാങ്ങിക്കുന്ന പോലെ നമ്മൾ ഇഷ്ടംപോലെ ഔട്ട്ലെറ്റുകളുണ്ട്. എവിടെ വേണേൽ പോയി പ്രോഡക്റ്റ് വാങ്ങിക്കുക. 1000-ന് പുറത്ത് ഔട്ട്ലെറ്റ് ഇന്ത്യയിൽ നമ്മുടെ കമ്പനിക്കുണ്ട്. എവിടെ വേണേൽ പോയി വാങ്ങിക്കും. അപ്പം 3-4 ആറ്റിറ്റ്യൂഡുകൾ ഞാൻ പറഞ്ഞു. എന്താണ്? 1 കസ്റ്റമർ ആറ്റിറ്റ്യൂഡ്, 2 ബിസിനസ് ആറ്റിറ്റ്യൂഡ്. കസ്റ്റമർ ആറ്റിറ്റ്യൂഡിൻ്റെ പ്രത്യേകത, അവകാശങ്ങളെക്കുറിച്ച് മാത്രം സംസാരിക്കുന്ന ആൾക്കാരായിരിക്കും അവരിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഞാൻ പൈസ കൊടുത്തല്ലോ, എനിക്ക് പ്രൊഡക്റ്റ് കിട്ടണം, അതെൻ്റെ വീട്ടിൽ കിട്ടണം, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും അവർ. നിങ്ങൾ തുടക്കക്കാരായ ആൾക്കാരാണ്. നിങ്ങൾ എന്ത് ചെയ്യരുത്? അവരുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കരുത്. അവർ 1, 2, 3 മാസം കൊണ്ട് 2-3 ട്രെയിനിങ്ങിനും മീറ്റിങ്ങിനും ഒക്കെ പോയി കഴിയുമ്പം അവരുടെ കസ്റ്റമർ ആറ്റിറ്റ്യൂഡ് പയ്യെ മാറി ബിസിനസ് ആറ്റിറ്റ്യൂഡായിട്ട് വരും. അതുവരെ അവരെ ക്ഷമിക്കാനും സഹിക്കാനും അവരെ കൂട്ടിപ്പിടിക്കാനും ബഹുമാനരായ നിങ്ങൾ ഓരോരുത്തരും തയ്യാറാവണം. കാര്യം ഇവിടെ കസ്റ്റമറാണ് കിങ് എന്ന് പറയും. യെസ് ഓർ നോ? നമ്മുടെ ബിസിനസ്സിലും ആദ്യം വരുന്ന കസ്റ്റമറാണ് പിന്നീട് കിങ് ആയി മാറുന്നത്. ആ കസ്റ്റമറെ വെറുപ്പിക്കാതിരിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനം. നമുക്ക് ചെറിയ ദേഷ്യവും ചെറിയ ഈഗോയും ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ കണ്ണ് കാണാതെ സംസാരിക്കും. അങ്ങനെ സംസാരിക്കരുത്. അങ്ങനെ സംസാരിക്കുന്നത് നമ്മൾ ബിസിനസ് ആറ്റിറ്റ്യൂഡ് നമുക്ക് ഉണ്ടാവാത്തത് കൊണ്ടാണ്. ബിസിനസ് ആറ്റിറ്റ്യൂഡുകാരെ മിണ്ടത്തില്ല. നേരത്തെ ഞാൻ പറഞ്ഞ ഹോട്ടലിൻ്റെ ഓണറായ പ്രൊഫസർ എന്താ ചെയ്ത്? പ്രൊഫസർ മിണ്ടാണ്ടിരുന്നു.